ഇന്ന് നമ്മൾ നോക്കുന്നത് PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കൺഫ്യൂഷനായി പോകുന്ന ഒരു പാട്ടാണ്. ഉത്തരം സി അച്യുതമേനോൻ വരുന്നതും CP അച്യുതമേനോൻ വരുന്നതുമായ ചോദ്യങ്ങൾ. നമുക്ക് ആ ഒരു സമയത്ത് കൺഫ്യൂഷനായി പോകും നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും. അപ്പോൾ നമുക്ക് ആ ഫാക്ട്സ് ഒക്കെ ഒന്ന് ഒരുമിച്ചിട്ട് നോക്കാം. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് CP അച്യുതമേനോനെ പറ്റിയിട്ടുള്ള ഫാക്റ്റ് നോക്കാം. വിദ്യാവിനോദിനി മാസികയ്ക്ക് നേതൃത്വം നൽകിയതാര്? അത് CP അച്യുതമേനോനാണ്. മലയാളത്തിലെ രണ്ടാമത് സാഹിത്യ മാസിക ഏത് എന്ന് ചോദിച്ചാൽ അത് ഈ CP അച്യുതമേനോൻ നേതൃത്വം നൽകിയ വിദ്യാവിനോദിനി മാസികയാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2-3 കാര്യങ്ങൾ കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. PSC ചോദിക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത് സാഹിത്യ മാസിക വിദ്യാവിനോദിനിയാണെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലേക്ക് വരുന്ന ചോദ്യമാണ് ആദ്യത്തേത് ഏതാണെന്നുള്ളത്. അത് PSC ചോദിക്കുന്ന ഒരു ചോദ്യവുമാണ്. അപ്പോൾ ഉത്തരം വരുന്നത് വിദ്യാവിലാസിനിയാണ്. ഓക്കെ, വിദ്യാവിലാസിനിയാണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യ ചെറുകഥ ഏതാണ്? വാസനാവികൃതി അല്ലേ. ആ ചെറുകഥ പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ്? അത് നമ്മുടെ വിദ്യാവിനോദിനിയാണ്. ഓക്കെ, നമ്മുടെ CP അച്യുതമേനോൻ്റെ വിദ്യാവിനോദിനിയിലാണ് ആദ്യത്തെ ചെറുകഥ വാസനാവികൃതി പ്രസിദ്ധീകരിച്ചത്. ഓക്കെ, ആ ചെറുകഥേൻ്റെ പേരാണ് കേട്ടോ വാസനാവികൃതി എന്നുള്ളത്. അപ്പം അടുത്ത ചോദ്യം PSC ചോദിക്കുന്ന വാസനാവികൃതിയുടെ കർത്താവാര്, അല്ലെങ്കിൽ അത് എഴുതിയ ആ ചെറുകഥ എഴുതിയതാര്? ഓക്കെ, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ് ഈ ഒരു ചെറുകഥ എഴുതിയിട്ടുള്ളത്. ഇതൊക്കെ PSC ചോദ്യങ്ങളാണ്. ഇനി നമ്മൾ C അച്യുതമേനോനുമായി ബന്ധപ്പെട്ടുള്ള ഫാക്റ്റുകളാണ് മുഴുവൻ നോക്കാൻ പോണത്. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ എഴുതിയത് ആര്? C അച്യുതമേനോൻ. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി ആര്? C അച്യുതമേനോനാണ്. കേരളത്തിലെ ആദ്യ ധനകാര്യ മന്ത്രി ആരാണ്? C അച്യുതമേനോൻ. എൻ്റെ ബാല്യകാല സ്മരണകൾ എന്ന ആത്മകഥ എഴുതിയതാര്? C അച്യുതമേനോൻ. അടുത്തത് തുടർച്ചയായി 2 തവണ കേരള മുഖ്യമന്ത്രിയായ ആദ്യത്തെ വ്യക്തി ആര്? C അച്യുതമേനോൻ. അടിയന്തരാവസ്ഥാ കാലത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? C അച്യുതമേനോൻ. ഇതൊക്കെ PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മളിതൊക്കെ ഓർത്തിരിക്കണം, അല്ലെങ്കിൽ റിവിഷൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.